വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം. ഹന്നായുടെ ആകുലതയും പ്രാർത്ഥനയും. എഫ്രായിം മലയിൽ നിന്ന്, റാമാത്തയും സോഫിമിൽ നിന്ന് എഫ്രാത്തുകാരൻ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകനായ ഏലീഹുവിന്റെ മകനായ യെറോഹാമിന്റെ മകനായി എൽക്കാന എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുവളുടെ പേര് ഹന്ന, രണ്ടാമത്തവളുടെ പേര് പെനീന്ന. പെനീന്നയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കാകട്ടെ കുട്ടികളില്ലായിരുന്നു. ഷീലോയിൽ സൈന്യങ്ങളുടെ കർത്താവിന് ആരാധനയർപ്പിക്കാനും ബലി സമർപ്പിക്കാനുമായി പ്രസ്തുത ആൾ തൻ്റെ പട്ടണത്തിൽ നിന്ന് വർഷം തോറും കയറി ചെല്ലുമായിരുന്നു. അവിടെ കർത്താവിന് പുരോഹിതന്മാരായി ഏലിയുടെ 2 പുത്രന്മാർ ഹോഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. എൽക്കാന ബലി അർപ്പിക്കുന്ന ദിവസമാകുമ്പോൾ അവൻ തൻ്റെ ഭാര്യ പെനീന്നയ്ക്കും അവളുടെ എല്ലാ പുത്രീപുത്രന്മാർക്കും ഓഹരികൾ കൊടുത്തിരുന്നു. അവൻ ഹന്നായെ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് 2-1 ഓഹരിയെ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളുടെ ഗർഭപാത്രം അടച്ചിരുന്നു. കർത്താവ് അവളുടെ ഗർഭപാത്രം താൽക്കാലികമായി അടച്ചിരുന്നതിനാൽ സപത്നി അവളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവളുടെ അസ്വസ്ഥത കൂട്ടിയിരുന്നു. മേൽപ്പറഞ്ഞതുപോലെ ആണ്ടുതോറും അവൻ ചെയ്തു പോന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ കയറിയിരുന്നപ്പോഴൊക്കെ മറ്റവൾ അവളെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പോൾ അവൾ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുന്നത്? നീ എന്താണ് ഭക്ഷിക്കാത്തത്? എന്തിന് നിന്റെ ഹൃദയം വിഷമിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ മെച്ചപ്പെട്ടവനല്ലേ? ഷീലോയിൽ വച്ച് ഭക്ഷിച്ചതിനും പാനം ചെയ്തതിനും ശേഷം ഹന്ന എഴുന്നേറ്റു. പുരോഹിതനായ ഏലി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽപ്പടിയോട് ചേർന്ന് ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ആത്മതിക്തതയോടെ നീറിക്കരഞ്ഞ് അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ദാസിയുടെ കഷ്ടത അങ്ങ് കടാക്ഷിക്കുകയും അങ്ങയുടെ ദാസിയെ മറക്കാതെ ഓർക്കുകയും അങ്ങയുടെ ദാസിക്ക് ഒരു പുരുഷ പ്രജയെ സമ്മാനിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ കർത്താവിന് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. കർത്തൃസന്നിധിയിലെ പ്രാർത്ഥന അവൾ ദീർഘിപ്പിച്ചപ്പോൾ ഏലി അവളുടെ അധരം ശ്രദ്ധിച്ചു. ഹന്ന തൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അവളുടെ അധരങ്ങൾ മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. അവളുടെ ശബ്ദം കേട്ടതുമില്ല. അതിനാൽ അവൾ മദ്യപയാണെന്ന് ഏലി തെറ്റിദ്ധരിച്ചു. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? വീഞ്ഞിൽ നിന്ന് നീ വിട്ടുനിൽക്കൂ. ഹന്ന മറുപടിയായി പറഞ്ഞു, എൻ്റെ ഗുരു, അതല്ല, മനോവിഷമമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കുടിച്ചിട്ടില്ല. മറിച്ച് ഞാൻ കർത്തൃസന്നിധിയിൽ എൻ്റെ ആത്മനൊമ്പരങ്ങൾ ചൊരിയുകയായിരുന്നു. അങ്ങയുടെ ദാസിയെ കൊള്ളരുതാത്തവളായി കരുതരുതേ. തീവ്ര ആകുലതയും പ്രകോപനവും മൂലമാണ് എന്തൊക്കെയോ ഞാൻ പുലമ്പിപ്പോയത്. അപ്പോൾ ഏലി മറുപടിയായി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവത്തിൽ നിന്ന് നീ അഭ്യർത്ഥിച്ച നിന്റെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു തരട്ടെ. അവൾ പറഞ്ഞു, അങ്ങയുടെ പരിചാരിക അങ്ങേ ദൃഷ്ടികളിൽ കനിവ് കണ്ടെത്തട്ടെ. അനന്തരം ആ സ്ത്രീ സാധാരണ നിലയിലായി. അവൾ ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവൾക്ക് ആ മുഖഭാവം ഉണ്ടായതുമില്ല. സാമുവേലിൻ്റെ ജനനവും സമർപ്പണവും. അവർ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് കർത്തൃസന്നിധിയിൽ ആരാധിച്ച ശേഷം റാമായിലെ തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോന്നു.
പിന്നെ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നായെ അറിഞ്ഞു. കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. കാലസംക്രമണമനുസരിച്ച് ഹന്ന ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ കർത്താവിൽ നിന്ന് അവനെ തേടി എന്നതുകൊണ്ട് അവൾ അവൻ്റെ പേര് സാമുവൽ എന്ന് വിളിച്ചു. മേൽപ്പറഞ്ഞ എൽക്കാനയും അവൻ്റെ കുടുംബം മുഴുവനും കർത്താവിനുള്ള വാർഷിക ബലിയും സ്വന്തം നേർച്ചയും അർപ്പിക്കാനായി കയറി ചെന്നപ്പോൾ ഹന്ന പോയില്ല. കാരണമായി അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ കാക്കാം, പിന്നെ ഞാൻ അവനെ കൊണ്ടു ചെല്ലാം. അവൻ കർത്തൃസന്നിധിയിൽ സന്നിഹിതനായി എന്നേക്കും അവിടെ വസിക്കും. അവളുടെ ഭർത്താവ് എൽക്കാന അവളോട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ യുക്തമായത് ചെയ്തു കൊള്ളുക. അവൻ്റെ മുലകുടി മാറ്റുന്നതുവരെ നീ തങ്ങിക്കോളൂ. കർത്താവ് തൻ്റെ വാക്ക് സ്ഥിരീകരിക്കുക മാത്രം ചെയ്യട്ടെ. അങ്ങനെ അവൾ തൻ്റെ മകൻ്റെ മുലകുടി മാറ്റുന്നതുവരെ സ്തന്യം നൽകി തങ്ങി. അവൻ്റെ മുലകുടി മാറ്റിയതോടെ അവൾ അവനെ എടുത്ത് 3 കാളകൾ, 1 ഏഫ ധാന്യപ്പൊടി, 1 തോൽക്കുടം വീഞ്ഞ് എന്നിവ സഹിതം ഷീലോയിലെ കർത്തൃഭവനത്തിലേക്ക് തന്നോടൊപ്പം കൊണ്ടുപോയി. ബാലൻ ചെറുപ്പമായിരുന്നു. അവർ കാളയെ ബലിയർപ്പിച്ചു. അനന്തരം ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ പറഞ്ഞു, എൻ്റെ നാഥ, അങ്ങയുടെ സജീവ ആത്മാവാണേ. നാഥ, ഇവിടെ അങ്ങയോടൊപ്പം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നിലയുറപ്പിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ കർത്താവിൽ നിന്ന് യാചിച്ച എൻ്റെ അഭ്യർത്ഥന അവിടുന്ന് എനിക്ക് നിറവേറ്റി തന്നു. ആകയാൽ ഞാൻ തന്നെയും അവനെ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുന്നു. താൻ ഉള്ളിടത്തോളം അവൻ കർത്താവിനോട് പ്രതിബദ്ധനായിരിക്കും. അവർ അവിടെ കർത്താവിന് ആരാധനയർപ്പിച്ചു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം. ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലി, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവിലാണ് എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നത്. എൻ്റെ ശത്രുവിനെതിരെ ഞാൻ അട്ടഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായ ആരുമില്ല. അങ്ങേക്ക് പുറമെ ആരുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ പാറയും വേറൊന്നില്ല. നിങ്ങൾ വമ്പൻ കാര്യങ്ങൾ സംസാരിച്ചു കൂട്ടരുത്. നിങ്ങളുടെ വായിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് അറിവുകളുടെ ദൈവമാണ്. താന്തോന്നിത്തങ്ങൾ വിലയിരുത്തുന്നത് അവിടുന്നാണ്. വീരന്മാരുടെ വില്ലൊടിഞ്ഞതാണ്. ബലഹീനരാകട്ടെ ശക്തി അണിയുന്നു. സംതൃപ്തരായിരുന്നവർ അപ്പത്തിനായി സ്വയം പണയപ്പെടുത്തുന്നു. വിശക്കുന്നവരുടെ പശി അടങ്ങുന്നു. വന്ധ്യ പോലും 7 പ്രസവിക്കുന്നു. പുത്രസമ്പന്ന ദുർബലയാകുന്നു. നിഹനിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും കർത്താവാണ്. പാതാളത്തിൽ ഇറക്കുന്നവൻ തന്നെ കയറ്റുകയും ചെയ്യുന്നു. സമ്പത്തെടുക്കുന്നവനും സമ്പന്നനാക്കുന്നവനും കർത്താവ്. താഴ്ത്തുന്നവനും ഒപ്പം ഉയർത്തുന്നവനും അവിടുന്ന്. ദരിദ്രനെ ധൂളിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തും. പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നതിന് തന്നെ. മഹനീയ സിംഹാസനത്തിന് അവരെ അവകാശികളാക്കും. എന്തെന്നാൽ ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്. അവയ്ക്കുമേൽ അവിടുന്ന് ലോകം സ്ഥാപിച്ചു. തൻ്റെ കാരുണികരുടെ പാദങ്ങൾ അവിടുന്ന് കാക്കും. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ നിശബ്ദരാക്കപ്പെടും. എന്തെന്നാൽ ശക്തി കൊണ്ടല്ല ഒരാൾ പ്രബലനാകുന്നത്. കർത്താവ് തൻ്റെ പ്രതിയോഗിയെ ഛിന്ന ഭിന്നമാക്കും. അവൻ്റെ മേൽ ആകാശത്തിൽ അവിടുന്ന് ഇടിമുഴക്കും. ഭൂമിയുടെ ദിഗന്ധങ്ങളെ കർത്താവ് വിധിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് ശക്തി കൊടുക്കും. തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പ് അവിടുന്ന് ഉയർത്തും. അനന്തരം എൽക്കാന റാമായിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. ബാലനാകട്ടെ പുരോഹിതനായ ഏലിയുടെ സമക്ഷം കർത്താവിനെ സേവിക്കുന്നവനായി. ഏലിയുടെ കൊള്ളരുതാത്തവരായ പുത്രന്മാർ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. ജനത്തോടുള്ള പുരോഹിത ധർമ്മവും. ഏതെങ്കിലും ഒരാൾ ബലിമൃഗത്തെ അറുത്തിട്ട് മാംസം പാകം ചെയ്യുമ്പോൾ
പുരോഹിത ഭൃത്യൻ കയ്യിൽ മുപ്പല്ലിയുമായി വരും. വറചട്ടിയിലോ കുടത്തിലോ പാത്രത്തിലോ കലത്തിലോ മുപ്പല്ലി കൊണ്ട് കുത്തുമ്പോൾ അത് പൊക്കിയെടുക്കുന്നതെല്ലാം പുരോഹിതനെടുക്കും. അവിടെ ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. കൂടാതെ അവർ മേധസ് ധൂമിക്കുന്നതിന് മുൻപ് തന്നെ അറക്കുന്നവനോട് പുരോഹിത ഭൃത്യൻ വന്ന് പറയും, പുരോഹിതന് വേണ്ടി ചുട്ടെടുക്കാൻ മാംസം തരിക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം നിന്നിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അപ്പോൾ അയാൾ അവനോട് പറയും, തൽക്കാലം അവർ വിഘ്നം വിന മേധസ് ധൂമിക്കട്ടെ, എന്നിട്ട് നിന്റെ ആർത്തി അനുസരിച്ച് നിനക്ക് വേണ്ടതെടുത്തോളൂ. എന്നാൽ അവൻ, പോരാ, ഇപ്പോൾ തന്നെ നീ തരണം, അല്ലെങ്കിൽ ഞാൻ ബലമായി എടുക്കും എന്ന് പറയുമായിരുന്നു. ആ ചെറുപ്പക്കാരുടെ കർത്തൃ സാന്നിധ്യത്തിലെ അതിക്രമം അതീവ ഗുരുതരമായിരുന്നു. എന്തെന്നാൽ കർത്തൃ കാണിക്കയായിരുന്നു ആ ആളുകൾ പുച്ഛിച്ചത്. ചണം കൊണ്ടുള്ള അരക്കച്ച ധരിച്ച ബാലൻ സാമുവലാകട്ടെ കർത്തൃ സാന്നിധ്യത്തിന്റെ സേവകനായിരുന്നു. അവന്റെ അമ്മ ഭർത്താവിനോടൊത്ത് ആണ്ടുതോറും വാർഷിക ബലിയർപ്പിക്കാനായി കയറി ചെല്ലുമ്പോൾ അവനു വേണ്ടി ഒരു കുറിയ അങ്കിയുണ്ടാക്കി അവനായി കരുതുമായിരുന്നു. എൽക്കാനയെയും സഹധർമ്മിണിയെയും അനുഗ്രഹിച്ചുകൊണ്ട് ഏലി പറയും, ഈ മഹതി കർത്താവിനോട് ഇരന്ന് നേടിയ ഭിക്ഷാവസ്തുവിന് പകരം കർത്താവ് ഇവളിൽ നിന്ന് നിനക്ക് സന്താന സൗഭാഗ്യം ഉളവാക്കട്ടെ. അപ്പോൾ അവ സ്വസ്ഥാനത്തേക്ക് യാത്രയാകും. കർത്താവ് ഹന്നായെ സന്ദർശിച്ചതുമൂലം അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവലാകട്ടെ കർത്താവിൻ്റെ ചാരെ വളർന്നു. ഏലി പടുവൃദ്ധനായി. തൻ്റെ പുത്രന്മാർ ഓരോ ഇസ്രായേൽക്കാരനോടും ചെയ്തിരുന്ന സർവ്വതും സമാഗമ കൂടാരവാതിൽക്കൽ സേവികമാരായ സ്ത്രീകളോടൊത്ത് ശയിച്ചിരുന്നതും അവൻ കേട്ടു. അവൻ അവരോട് പറഞ്ഞു, ഈ ജനം മുഴുവനിൽ നിന്നും നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ കേൾക്കുന്നല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എൻ്റെ മക്കളെ, അരുത്. കർത്താവിൻ്റെ ജനം പ്രചരിപ്പിക്കുന്നതായി ഞാൻ കേൾക്കുന്ന ശ്രുതി നല്ലതായിരുന്നെങ്കിൽ. വ്യക്തി വ്യക്തിയോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും. എന്നാൽ ഒരുവൻ കർത്താവിനോട് പാപം ചെയ്താൽ അവനു വേണ്ടി ആര് മാധ്യസ്ഥ്യം വഹിക്കും? പക്ഷേ അവർ തങ്ങളുടെ പിതാവിൻ്റെ സ്വരം ചെവിക്കൊണ്ടില്ല. കാരണം അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ബാലനായ സാമുവലാകട്ടെ കർത്താവിൻ്റെ മുൻപിലും ആളുകളുടെ മുൻപിലും വളർന്ന് ഉത്തമനായി തീർന്നു. ഏലിയുടെ അടുക്കൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൻ്റെതായിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അതിന് സവിശേഷമായി വെളിപ്പെടുത്തിയതല്ലേ? ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ അതിനെ എനിക്കായി തിരഞ്ഞെടുത്തത് പുരോഹിത ശുശ്രൂഷ ചെയ്യാനും എൻ്റെ ബലിപീഠത്തിൽ ഹോമയാഗമുയർത്താനും ധൂമമർപ്പിക്കാനും എൻ്റെ സന്നിധിയിൽ പ്രധാന അങ്കി ധരിക്കാനും ആയിരുന്നു. ഇസ്രായേലിയരുടെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ അത്രയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് നൽകി. എന്നിട്ടും എന്തുകൊണ്ടാണ് ആലയത്തിന് വേണ്ടി ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ ബലിവസ്തുവിലും കാഴ്ചവസ്തുവിലും നിങ്ങൾ തൊഴിക്കുന്നത്? എന്നേക്കാൾ നിന്റെ പുത്രന്മാരെയാണ് നീ ആദരിക്കുന്നത്. എൻ്റെ ജനത്തിനുള്ള ഇസ്രായേൽക്കാരുടെ കാഴ്ചവസ്തു ഓരോന്നിൻ്റെയും മെച്ചപ്പെട്ട ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ തടിച്ചു കൊഴുപ്പിക്കുന്നതിനാണിത്. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വെളിപാട്, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്നേക്കും എൻ്റെ മുമ്പിൽ വ്യാപരിക്കുമെന്ന് ഞാൻ ഉറപ്പായി അരുളി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനത് നിവർത്തിക്കാൻ ഇടയാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ അവഗണിക്കപ്പെടും. കർത്താവിൻ്റെ വെളിപാട്. നിന്റെ വീട്ടിൽ വൃദ്ധജനം ഉണ്ടാകാത്ത വിധം ഞാൻ നിന്റെ കരവും നിന്റെ പിതൃഭവനത്തിൻ്റെ കരവും മുറിക്കുന്ന ദിവസങ്ങൾ ഇതാ വരുന്നു. ഇസ്രായേലിനെ ഐശ്വര്യമുള്ളതാക്കുന്നതെല്ലാം ആലയദ്രോഹിയായ നീ ഉറ്റുനോക്കും. പക്ഷേ നിന്റെ കുടുംബത്തിൽ വൃദ്ധജനം ഒരു നാളും ഉണ്ടായിരിക്കുകയില്ല. നിനക്കുള്ളയാളെ ഞാൻ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല. നിന്റെ കണ്ണുകളെ മങ്ങിക്കുന്നതിനും
നിന്റെ ജീവനെ ക്ഷയിപ്പിക്കുന്നതിനുമായി നിന്റെ ഭവനത്തിൻ്റെ പ്രധാനികളായ വ്യക്തികളെല്ലാം മരിക്കും. നിന്റെ ഇരുപുത്രന്മാരായ ഹോഫ്നിക്കും ഫിനെഹാസിനും വന്ന് ഭവിക്കുന്നത് നിനക്ക് ഒരടയാളമായിരിക്കും. അവരിരുവരും ഒരേ ദിവസം മരിക്കും. എന്നാൽ എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും ഉള്ളതനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വസ്തനായ ഒരു പുരോഹിതനെ എനിക്ക് വേണ്ടി ഞാൻ സ്ഥാപിക്കും. അവന് വേണ്ടി ഒരു വിശ്വസ്ത ഭവനം ഞാൻ പണിയും. അവൻ ആയുഷ്കാലം അത്രയും എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ വ്യാപരിക്കും. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഓരോരുത്തനും ഒരു വെള്ളിക്കാശിനും ഒരു അപ്പത്തിനുമായി അവന് പ്രണാമമർപ്പിക്കാൻ വരും. ഓരോരുത്തനും പറയും, ഒരു കഷണം അപ്പം ഭക്ഷിക്കേണ്ടതിന് പുരോഹിത വൃത്തികളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് എന്നെ സദയം ചേർക്കണമേ. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം. ഭരണാധിപനോടൊപ്പം നീ ഭക്ഷിക്കാനിരിക്കുമ്പോൾ നിന്റെ മുൻപിലുള്ളത് നന്നായി മനസ്സിലാക്കിയിരിക്കണം. നീ ആർത്തിക്കാരനാണെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് കത്തി വച്ചിരിക്കണം. അവൻ്റെ വിശിഷ്ട വിഭവങ്ങളോട് കൊതി തോന്നരുത്. അത് ചതികളുടെ ആഹാരമാണ്. സമ്പത്ത് നേടാൻ നീ കഷ്ടപ്പെടേണ്ട. നിന്റെ കൊള്ളവസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. എപ്പോൾ നീ അതിൽ നിന്റെ കണ്ണുകൾ പതിപ്പിക്കുമോ അപ്പോൾ അത് ഇല്ലാതായിത്തീരും. എന്തെന്നാൽ സമ്പത്ത് തനിക്കായി ചിറകുകൾ മുളപ്പിച്ച് കഴുകനെ പോലെ ആകാശത്തേക്ക് പറന്നു കളയും. ദുഷ്ടലാക്കുള്ളവൻ്റെ ഭക്ഷണം നീ ആഹരിക്കരുത്. അവൻ്റെ വിശിഷ്ട വിഭവങ്ങളോട് കൊതി തോന്നരുത്. എന്തെന്നാൽ തൊണ്ടയിൽ തലമുടി എങ്ങനെയോ അങ്ങനെയാണവൻ. തിന്നുക കുടിക്കുക എന്ന് അവൻ നിന്നോട് പറയുമെങ്കിലും അവന് നിന്നോട് ഒട്ടും ഹൃദയ ഐക്യമുണ്ടാവില്ല. നീ കഴിച്ച നിന്റെ അപ്പക്കഷണം നീ ഛർദ്ദിക്കും. നിന്റെ മോഹനവചനങ്ങൾ നീ അങ്ങനെ പാഴാക്കും. ഭോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്. എന്തെന്നാൽ നിന്റെ വചസ്സുകളിലെ പ്രബുദ്ധതയോട് അവന് നിന്ദയായിരിക്കും. അതിർത്തി ഒരു കാലത്തും നീ മാറ്റരുത്. അനാഥരുടെ നിലങ്ങളിൽ പ്രവേശിക്കുകയും അരുത്. എന്തെന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തനാണ്. അവിടുന്ന് നീയുമായി അവരുടെ അന്യായം വാദിക്കും. നിന്റെ ഹൃദയം ശിക്ഷണത്തിനും കാത് വിജ്ഞാനോക്തികൾക്കും വിധേയമാക്കുക. കുട്ടിയിൽ നിന്ന് ശിക്ഷണം പിൻവലിക്കരുത്. നീ അവനെ വടികൊണ്ടടിച്ചെന്ന് വച്ച് അവൻ മരിച്ചു പോവുകയൊന്നുമില്ല. നീ അവനെ വടികൊണ്ടടിക്കുമ്പോൾ അവൻ്റെ ജീവൻ നീ പാതാളത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയാണ്. എൻ്റെ മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം അതേ ഞാൻ തന്നെ സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ സത്യസന്ധമായവ മൊഴിയുമ്പോൾ എൻ്റെ അന്തരംഗം ആഹ്ലാദിക്കും. നിന്റെ ഹൃദയം പാപികളിലല്ല ശ്രദ്ധ വയ്ക്കേണ്ടത്. പ്രത്യുത ദിവസം മുഴുവൻ കർത്തൃഭയത്തിലാണ്. ഭാവി സുനിശ്ചിതമാണെന്നിരിക്കെ നിന്റെ പ്രതീക്ഷ ഭംഗപ്പെടുകയില്ല. എൻ്റെ മകനെ, നീ കേട്ട് ജ്ഞാനിയാകുക. നിന്റെ ഹൃദയത്തെ നേർവഴിയെ നയിക്കുകയും ചെയ്യുക. വീഞ്ഞുകുടിയന്മാരുടെയും മാംസഭോജനപ്രിയരുടെയും ഗണത്തിൽ നീ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. സുഷുപ്തി കീറത്തുണി ഉടുപ്പിക്കും. ജന്മം നൽകിയ നിന്റെ താതനെ ശ്രവിക്കുക. വൃദ്ധയായി എന്നതുകൊണ്ട് നിന്റെ അമ്മയെ അവഗണിക്കരുത്. സത്യം, അതായത് ജ്ഞാനവും ശിക്ഷണവും ഉൾക്കാഴ്ചയും നേടിയെടുക്കുക, വിട്ടുകളയരുത്. നീതിമാന്റെ പിതാവ് അത്യാഹ്ലാദം കൊള്ളും. ജ്ഞാനിയെ ജനിപ്പിക്കുന്നവൻ അവൻ മൂലം സന്തോഷിക്കും. നിന്റെ മാതാപിതാക്കന്മാർ സന്തോഷിക്കട്ടെ, നിന്റെ പെറ്റമ്മ ആമോദിക്കട്ടെ. എൻ്റെ മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ നയനങ്ങൾ എൻ്റെ വഴികൾ ഇഷ്ടപ്പെടട്ടെ. എന്തെന്നാൽ വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, അന്യയായവൾ ഇടുങ്ങിയ ഒരു കിണറും. മാത്രമല്ല, കവർച്ചക്കാരനെ പോലെ പതിയിരുന്ന് അവൾ മനുഷ്യരാശിക്കിടയിൽ അവിശ്വസ്തരെ വർദ്ധിപ്പിക്കുന്നു. ആർക്കാണ് ദുരിതമുള്ളത്? ആർക്കാണ് ദുഃഖമുള്ളത്? കലഹം ആർക്കാണുള്ളത്? ആവലാതി ആർക്കാണുള്ളത്? ആർക്കാണ് അകാരണമായ മുറിവുകളുള്ളത്? കണ്ണുകളുടെ കരുവാളിപ്പ് ആർക്കാണുള്ളത്? വീഞ്ഞിൽ സമയം പോക്കുന്നവർക്കും
വീഞ്ഞ് മിശ്രണത്തിൽ നിന്ന് പരീക്ഷിക്കാൻ വരുന്നവർക്കും തന്നെ. ചുവന്നിരിക്കുന്നത് കൊണ്ടോ ചഷകത്തിൽ നുര പകരുന്നത് കൊണ്ടോ സ്വച്ഛന്തം ഒലിച്ചിറങ്ങുന്നത് കൊണ്ടോ വീഞ്ഞ് നീ നോട്ടമിടേണ്ട. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കുത്തുകയും ചെയ്യും. നിന്റെ കണ്ണുകൾ വിചിത്ര കാര്യങ്ങൾ കാണുകയും നിന്റെ ഹൃദയം വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നീ നടുക്കടലിൽ കിടക്കുന്നവനെ പോലെയും പാമരത്തിന്റെ അഗ്രത്തിൽ ശയിക്കുന്നവനെ പോലെയും ആയിരിക്കും. അവർ എന്നെ തല്ലി, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ തുടരും, അത് തന്നെ ഇനിയും തേടും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 20, 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണിമാരോടുകൂടെ അവൻ്റെ അടുത്ത് വന്നു. അവർ അവനോട് പറഞ്ഞു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക. അവൻ അവരോട് മറുപടി പറഞ്ഞു, ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്നോട് പറയുക, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതിനാൽ അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അവൻ ജനത്തോട് ഈ ഉപമ പറയാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് പാട്ടത്തിന് കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ദീർഘകാലത്തേക്ക് അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരിപ്പഴത്തിൻ്റെ ഓഹരി തനിക്ക് അവർ തരേണ്ടതിന് അവനൊരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ അവനെ അടിച്ച് വെറും കൈയോടെ തിരിച്ചയച്ചു. അവൻ പിന്നെ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും ചെയ്ത് വെറും കൈയോടെ തിരിച്ചയച്ചു. അവൻ പിന്നെ മൂന്നാമത്തവനെ അയച്ചു. അവനെയാകട്ടെ അവർ മുറിവേൽപ്പിച്ച് പുറത്തേക്കെറിഞ്ഞു. അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ എന്തു ചെയ്യും? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം ആലോചിച്ചു, ഇവനാണ് അവകാശി. അവകാശം നമുക്കാകേണ്ടതിന് ഇവനെ നമുക്ക് കൊന്നുകളയാം. അവർ അവനെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് കേട്ട് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. യേശു അവരെ നോക്കി പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ കല്ലിന്മേൽ നിപതിക്കുന്ന ആരും ഛിന്ന ഭിന്നമാകും. അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. തങ്ങൾക്കെതിരായാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും മനസ്സിലാക്കി. അവനെ ആ മണിക്കൂറിൽ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനത്തെ ഭയപ്പെട്ടു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ